ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SSC മലയാളി. SSC മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സൻറ്റേജ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പേഴ്സൻറ്റേജിൻ്റെ പാർട്ട് 8 അഥവാ 8ാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, ഇത് പേഴ്സൻറ്റേജിൻ്റെ അവസാനത്തെ പാർട്ടും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സുകളിലായിട്ട് 7 ക്ലാസ്സുകളിലായിട്ട് എന്താണ് പേഴ്സൻറ്റേജ് റേഷ്യോ കൺവേർഷൻ, റേഷ്യോ ടു പേഴ്സൻറ്റേജ് കൺവേർഷൻ, മിക്സ്ഡ് ഫ്രാക്ഷൻസിന്റെ കൺസെപ്റ്റ് തുടങ്ങി പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഡിക്രീസ്, മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഓരോരോ ടൈപ്പ് വൈസ് ക്വസ്റ്റ്യൻസ് അഥവാ SSC TCS പാറ്റേണിലുള്ള പ്രധാനപ്പെട്ട ടൈപ്പ് വൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, 7 ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മുടെ അവസാനത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, when price of sugar increased by 28%, a family reduced consumption per month such that the expenditure on sugar only 12% more than the earlier one. If the family consumed 18.4 kilogram sugar per month earlier, then what is the new consumption of sugar per month? ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തതാണ്. ആ ടൈപ്പിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയണമെന്ന് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസെപ്ഷൻ ആണ്. എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസെപ്ഷൻ. ഓക്കെ, റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത് പ്രൈസ് കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസെപ്ഷൻ. ഇവിടെ പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ 28%. പ്രൈസ് 28% കൂടി, അഥവാ 100 ഉള്ളത് 128 ആയി. ഓക്കെ, എക്സ്പെൻഡിച്ചർ ഓൺ ഷുഗർ ഓൺലി 12% മോർ ദാൻ ഏർലിയർ വൺ. എക്സ്പെൻഡിച്ചർ 12% മാത്രമേ കൂട്ടുന്നുള്ളൂ, അഥവാ 100 ഉള്ളത് 112 ആവും. 100 ഉള്ളത് 112 ആവും. ഓക്കെ, അപ്പോൾ കൺസെപ്ഷൻ ആദ്യം ഫാമിലി കൺസ്യൂം ചെയ്തിരുന്നത് 18.4 കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് കൂടിയതിന് ശേഷം എത്രയാണ് ഫാമിലി കൺസ്യൂം ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് കൺസെപ്ഷൻ XY ആക്കി എടുത്തു. ഓക്കെ, അപ്പോൾ 100x പ്രൈസിന്റെ കൺസെപ്ഷൻ 100x ഡിവൈഡഡ് ബൈ 128y എന്നുള്ളത് നമുക്ക് 100 ഡിവൈഡഡ് ബൈ 112 എന്ന് എഴുതാം. ഓക്കെ, ഈ 100 ക്യാൻസലായി. എക്സ് ബൈ വൈ എന്നുള്ളത് 128 ഡിവൈഡഡ് ബൈ 112 എന്ന് കിട്ടും. ഇതിനെ ചെറുതാക്കിയാൽ 8/7 എന്ന് കിട്ടും. അപ്പോൾ x/y റേഷ്യോ എന്നുള്ളത് 8:7 ആയി. ഓക്കെ, ഇവിടെ എഴുതാം x/y എന്നുള്ള റേഷ്യോ 8:7 ആയി. ഓക്കെ, ഇവിടെ ഈ 8 യൂണിറ്റിന്റെ വാല്യൂ അഥവാ പ്രൈസ് കൂടുന്നതിന് മുമ്പ് കൺസെപ്ഷൻ 18.4 കിലോഗ്രാം ആയിരുന്നു എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോ ഈ 8 യൂണിറ്റിന്റെ വാല്യൂ ആണ് 18.4 കിലോഗ്രാം. അപ്പോ പ്രൈസ് കൂടിയതിനു ശേഷം 7 യൂണിറ്റ് ആണ് കൺസെപ്ഷൻ. സ്വാഭാവികമായിട്ടും കൺസെപ്ഷൻ കുറയാലോ, 7 യൂണിറ്റ് ആണ് കൺസെപ്ഷൻ. അപ്പോൾ ആ 7 യൂണിറ്റിന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 8 യൂണിറ്റ് 18.4 ആണെങ്കിൽ 1 യൂണിറ്റ് 18.4 ഡിവൈഡഡ് ബൈ 8, 7 യൂണിറ്റ് ഇൻറ്റു 7. ഇത് ചെയ്താൽ 18.4 ഡിവൈഡഡ് ബൈ 8 2.3 ഇൻറ്റു 7 എന്നുള്ളത് നമുക്ക് 16.1 ആൻസർ കിട്ടും. 16.1 കിലോഗ്രാം ആണെന്നുള്ള ആൻസർ കിട്ടും. അഥവാ പ്രൈസ് കൂടിയതിന് ശേഷം അവരുടെ കൺസെപ്ഷൻ 16.1 കിലോഗ്രാം ആണ്. അതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഒരിക്കൽ കൂടി പറയാം. എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസെപ്ഷൻ ആണ്. പ്രൈസ് 28% കൂടി, അഥവാ 100 ഉള്ളത് 128 ആയി. എക്സ്പെൻഡിച്ചർ 12% കൂട്ടുന്നുള്ളൂ, അഥവാ 100 ഉള്ളത് 112 ആയി. കൺസെപ്ഷൻ നമ്മൾ X ആൻഡ് Y എന്നെടുത്തു, X ഉള്ളത് Y ആയി. ഓക്കെ, അപ്പോൾ പ്രൈസിന്റെ കൺസെപ്ഷൻ 100x ഡിവൈഡഡ് ബൈ 128y എന്നുള്ളത് 100/112 എന്ന് കിട്ടും. ഈ 100 ക്യാൻസലായി. x/y 128 ഡിവൈഡ് 112 8/7 എന്ന് കിട്ടും. അപ്പോൾ x/y റേഷ്യോ 8:7 എന്ന് കിട്ടും.
ഈ 8 യൂണിറ്റിന്റെ വാല്യൂ 18.4 കിലോഗ്രാം ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അഥവാ പ്രൈസ് കൂടുന്നതിന് മുമ്പുള്ള കൺസപ്ഷൻ 18.4 കിലോഗ്രാം ആയിരുന്നു എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ 8 യൂണിറ്റിന്റെ വാല്യൂ 18.4 ആണ്. അപ്പൊ ഒരു യൂണിറ്റിന്റെ വാല്യൂ 18.4 ഡിവൈഡ് ബൈ 8. 7 യൂണിറ്റിന്റെ വാല്യൂ 18.4 ഡിവൈഡ് ബൈ 8 ഇൻറ്റു 7 അഥവാ 16.1 കിലോഗ്രാം ആണ് ന്യൂ കൺസപ്ഷൻ എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. A is 80% more than B and C is 48.4/7% less than sum of A and B. By what percentage C is less than A? ഓക്കെ, നമുക്ക് ആദ്യം എയും ബിയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. എ ബി. എ 80% മോർ ദാൻ ബി. 80% എന്ന് പറഞ്ഞാൽ 80% 4/5 ആണ്. 20%നെ 4 കൊണ്ട് ഗുണിച്ചത്. 80% 4/5 ആണ്. 80% മോർ ദാൻ ബി. ബിയേക്കാൾ 80% കൂടുതലാണ് എ. അപ്പൊ ബി 5 യൂണിറ്റ് എന്ന് വരും. ബി 5 യൂണിറ്റ് എന്ന് വരും. എ ആ 4 കൂടി 9 യൂണിറ്റ് എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. സി ഈസ് 48.4/7% ലെസ് ദാൻ സം ഓഫ് എ ആൻഡ് ബി. ഓക്കെ, സി. ഇവിടെ സം ഓഫ് എ ആൻഡ് ബി നമ്മൾ 100 ആക്കി എടുത്തു. സം ഓഫ് എ ആൻഡ് ബി 100 ആക്കി എടുത്തു. എ പ്ലസ് ബി എന്നുള്ളത് നമ്മൾ 100 ആക്കി എടുത്തു. ഓക്കെ, ഇതിനേക്കാൾ 48.4/7% കുറവാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സി എന്ത് വരും? 100നേക്കാൾ 48.4/7% കുറവെന്ന് പറഞ്ഞാൽ 51/3/7 എന്ന് വരും. 100 മൈനസ് 48.4/7 51/3/7 എന്ന് വരും. ഓക്കെ ഓക്കെ അപ്പോ ഇനി ഇവിടെ എ പ്ലസ് ബിയുടെ വാല്യൂ 9 + 5 14 യൂണിറ്റ് ആണ്. ഇവിടെ എ പ്ലസ് ബിയുടെ വാല്യൂ 100 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് സെയിം ആക്കണം. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടി സെയിം ആക്കാൻ വേണ്ടി ഇവിടെ 14 യൂണിറ്റ് ആണ് എ പ്ലസ് ബിയുടെ വാല്യൂ, ഇവിടെ 100 യൂണിറ്റ് ആണ്. അപ്പോൾ എന്താ സെയിം ആക്കാൻ വേണ്ടി ഇതിനെ LCM എത്രയാണ്? 100ന്റെയും 14ന്റെയും LCM 700 ആണ്. 700ലേക്ക് ആക്കണം. അപ്പൊ 100നെ 700ലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ 7 കൊണ്ട് ഗുണിക്കണം. LCM HCF എന്നുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയി LCM എങ്ങനെ കാണാം, HCF എങ്ങനെ കാണാം ഒക്കെ നമ്മൾ പഠിക്കും. ഇവിടെ പിന്നെ LCM 14, ഇവിടെ LCM 7 ആണ്. 100നെ 7 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 14നെ 700 ആക്കണം എന്നുണ്ടെങ്കിൽ 14നെ 50 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇവിടെ 100നെ 7 കൊണ്ട് ഗുണിച്ചു, അപ്പൊ 700 ആയി. 14നെ 50 കൊണ്ട് ഗുണിച്ചപ്പോൾ 700 ആയി. അപ്പൊ ഇവിടെ 50 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 50 കൊണ്ട് ഗുണിക്കണം. ഈ 9നെയും 50 കൊണ്ട് ഗുണിക്കണം. ഈ 5നെയും 50 കൊണ്ട് ഗുണിക്കണം. അല്ലെ, ഒരു റേഷ്യോനെ ഗുണിക്കുമ്പോൾ എല്ലാം ഗുണിക്കണം. ഇവിടെ എ പ്ലസ് ബി 100 യൂണിറ്റിന് 7 കൊണ്ട് ഗുണിച്ചു, അപ്പൊ ഇവിടെയും 7 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ബൈ വാട്ട് പെർസെന്റേജ് സി ഈസ് ലെസ് ദാൻ എ. എയേക്കാൾ സി എത്ര പെർസെന്റേജ് കുറവാണ്? അപ്പൊ നമുക്ക് ഇവിടെ എയും സിയും മാത്രം മതി, ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എയും സിയും മാത്രം മതി. എ എന്ന് പറയുന്നത് 9 × 50 450 ആണ്. 9 × 50 450 ആണ്. സി എന്ന് പറയുന്നത് 51/3/7 × 7. ഇത് ചെയ്താൽ 51 × 7 + 3 ഡിവൈഡഡ് ബൈ 7 × 7 ഇങ്ങനെയല്ല വരിക. ഈ 7ഉം 7ഉം ക്യാൻസലായി 51 × 7 + 3 എത്ര വരും? 360 എന്ന് വരും. 360 എന്ന് വരും. അപ്പൊ സിയുടെ വാല്യൂ 360 ആണ്. ഈ പെർസെന്റേജ് ഇൻക്രീസ് പെർസെന്റേജ് ഡിക്രീസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഈ കറക്റ്റ് വാല്യൂവിന്റെ ആവശ്യമില്ല, റേഷ്യോ മതി. അപ്പൊ നമുക്ക് 0 ക്യാൻസൽ ചെയ്യാം. ഈ 45 36 9 വെച്ച് ക്യാൻസൽ ചെയ്യാം. 5 9 45 വരും. 4 9 36 വരും. അപ്പോൾ A/C എന്നുള്ളത് 5:4 എന്ന് വരും. അഥവാ സി എത്ര പെർസെന്റേജ് കുറവാണെന്ന് ചോദിച്ചിട്ടുള്ളത്? എയേക്കാൾ. സി 1 യൂണിറ്റ് കുറവാണ്. 1 യൂണിറ്റ് കുറവാണ് ആരേക്കാൾ? എയേക്കാൾ. അപ്പൊ 1/5 × 100 അഥവാ 20% എന്ന് ആൻസർ കിട്ടും. 20% എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്.
എ 80% മോർ ദാൻ ബി, ബി യേക്കാൾ 80% കൂടുതലാണ്. അപ്പൊ ബി 5 യൂണിറ്റ് ആണെങ്കിൽ എ 9 യൂണിറ്റ് വരും. അഥവാ 80% എന്ന് പറഞ്ഞാൽ 4/5 ആണ്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 5ന്റെ 80% ആണ് 4. അപ്പൊ ബി 5 യൂണിറ്റ് ആണെങ്കിൽ 80% 4 കൂടി 9 ആയിരിക്കും എയുടെ വാല്യൂ. ഓക്കെ, ഇനി സി ഈസ് 48 4/7% ലെസ് ദാൻ സം ഓഫ് എ ആൻഡ് ബി. സം ഓഫ് എ ആൻഡ് ബി യേക്കാൾ 48 4/7% കുറവാണ്. അപ്പൊ സം ഓഫ് എ ആൻഡ് ബി നമ്മൾ 100 ആക്കി എടുത്തു. അതിനേക്കാൾ 48 4/7% കുറവെന്ന് പറഞ്ഞാൽ സി 51 3/7% എന്നാണ്, 51 3/7 എന്നാണ് കിട്ടുക. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. 100നേക്കാൾ സി 20% കുറവാണെന്ന് പറഞ്ഞാൽ സിയുടെ വാല്യൂ 80 ആണ്. 100നേക്കാൾ സി 30% കുറവെന്ന് പറഞ്ഞാൽ സിയുടെ വാല്യൂ 70 ആണ്. ഇവിടെ 100നേക്കാൾ സി 48 4/7% കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സിയുടെ വാല്യൂ 100ന്ന് 48 4/7 കുറക്കുക. അപ്പോ 51 3/7 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ 100 ആണ്. ഇവിടെ എ പ്ലസ് ബിയുടെ വാല്യൂ 100 ആണ്. ഇവിടെ എ പ്ലസ് ബിയുടെ വാല്യൂ 9 + 5 14 ആണ്. പക്ഷെ നമുക്ക് അതിനെ സെയിം ആക്കണം. ഇവിടെ പിന്നെ 14ന്റെയും 100ന്റെയും LCM 700 ആണ്. 700ലേക്ക് ആക്കാൻ വേണ്ടി 100നെ 7 കൊണ്ട് ഗുണിച്ചു, 14നെ 50 കൊണ്ട് ഗുണിച്ചു. 14നെ 50 കൊണ്ട് ഗുണിച്ചപ്പോ ഈ 9നെയും 50 കൊണ്ട് ഗുണിച്ചു, 5നെയും 50 കൊണ്ട് ഗുണിച്ചു. അതുപോലെ 100നെ 7 കൊണ്ട് ഗുണിച്ചപ്പോ 51 3/7നെയും 7 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബൈ വാട്ട് പെർസെന്റേജ് സി ഈസ് ലെസ് ദാൻ എ. സി എയേക്കാൾ എത്ര പെർസെന്റേജ് കുറവാണ്? അപ്പം എയും സിയും മാത്രം നോക്കിയാൽ മതി. എയുടെ വാല്യൂ 50 × 50 450. സിയുടെ വാല്യൂ 51 3/7 × 7 360 എന്ന് കിട്ടും. എയും സിയും തമ്മിലുള്ള റേഷ്യോ 5:4 എന്ന് കിട്ടും. അപ്പോ സി എയേക്കാൾ 1 യൂണിറ്റ് കുറവാണ്. പിന്നെ അപ്പൊ 1/5 × 100 20% എന്ന് നമുക്ക് ഇതിന്റെ ആൻസർ ആയി കിട്ടും. അപ്പോ ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. A certain number of students from school X appeared in an examination and 30% students failed. 150% more students than those from school X appeared in the same examination from school Y. If 80% of total number of students who appeared from X and Y passed, then what percentage of students who failed from Y? Okay, ഇത് ലെങ്തി ആയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇവിടെ സ്കൂൾ എക്സ് ആൻഡ് വൈ ആണുള്ളത്. സ്കൂൾ എക്സ്, ഒരു സ്കൂൾ എക്സ്, മറ്റൊരു സ്കൂൾ വൈ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. എ സർട്ടൈൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം സ്കൂൾ എക്സ് അപ്പിയർഡ് ഇൻ എക്സാമിനേഷൻ ആൻഡ് 30% സ്റ്റുഡൻസ് ഫെയിൽഡ്. എക്സിൽ 30% സ്റ്റുഡൻസ് ഫെയിലായി. അപ്പൊ എക്സ് ടോട്ടൽ നമ്മൾ 100 ആക്കി എടുത്തു. അതിൽ 30% സ്റ്റുഡൻസ് ഫെയിലായി എന്ന് പറഞ്ഞാൽ 30 ആൾക്കാർ ഫെയിലായി. അപ്പൊ എത്ര ആൾക്കാർ പാസ്സായി? ബാക്കി 70 ആൾക്കാർ പാസ്സായി. ഓക്കെ, ഇനി അടുത്ത നോക്കാം. 150% മോർ സ്റ്റുഡൻസ് ദാൻ ദോസ് ഫ്രം സ്കൂൾ എക്സ്. സ്കൂൾ എക്സിനേക്കാൾ 150% സ്റ്റുഡൻസ് മോർ ആണ് സ്കൂൾ വൈയിലുള്ളത്. അപ്പൊ സ്കൂൾ എക്സിൽ 100 ആണ്. ഇതിനേക്കാൾ 100നേക്കാൾ 150% കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. 100ന്റെ 150% എന്ന് പറഞ്ഞാൽ 150 ആണ്. 100നേക്കാൾ 150% കൂടുതലാണെന്ന് പറഞ്ഞാൽ 100ഉം ആ 150 കൂടി 250 വരും. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 100നേക്കാൾ 150% കൂടുതലാണ്. 100ന്റെ 150% എന്ന് പറഞ്ഞാൽ 150 ആണ്. അപ്പൊ 100നേക്കാൾ 150% കൂടുതൽ എന്ന് പറഞ്ഞാൽ 100ഉം ആ 150യും കൂടി 250 എന്ന് വരും. അപ്പൊ 250 ആണ് വൈയിലുള്ള കുട്ടികളുടെ എണ്ണം. ഓക്കെ, ഇഫ് 80% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു അപ്പിയർഡ് ഫ്രം എക്സ് ആൻഡ് വൈ പാസ്ഡ്. എക്സ് എന്നും വൈ എന്നും ടോട്ടൽ ആയിക്കാണ്ട് 80% സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്. അപ്പൊ 250ഉം 100ഉം 350 ആണ് എക്സിലും വൈയിലും ടോട്ടൽ സ്റ്റുഡൻസ്. ഈ 350ന്റെ 80% സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്. 80% എന്ന് പറഞ്ഞാൽ നമുക്ക് 4/5 എന്ന് എഴുതാം. ഓക്കെ, 4/5 80% സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്, അഥവാ 4/5 പാസ്സായിട്ടുണ്ട്. ഈ 5ഉം 35ഉം ക്യാൻസൽ ചെയ്താൽ 7 7 × 4 28 280. ടോട്ടൽ 280 സ്റ്റുഡൻസ് ആണ് പാസ്സായിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ 280 സ്റ്റുഡൻസ് ആണ് പാസ്സായിട്ടുള്ളത്. അതില് 70 സ്റ്റുഡൻസ് സ്കൂൾ എക്സിൽ നിന്നാണ്. അപ്പൊ ബാക്കി സ്കൂൾ വൈയിൽ
210 സ്റ്റുഡൻസ് ആണ് സ്കൂൾ വൈയിൽ പാസ്സായിട്ടുള്ളത്. പി എന്ന് പറഞ്ഞ പാസ്. 210 സ്റ്റുഡൻസ് ആണ് സ്കൂൾ വൈയിൽ പാസ്സായിട്ടുള്ളത്. അപ്പൊ സ്കൂൾ വൈയിൽ എത്ര ബാക്കിയുള്ള 40 സ്റ്റുഡൻസ് ഫെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, 40 സ്റ്റുഡൻസ് ഫെയിൽ ആയിട്ടുണ്ട്. നമ്മളെന്താ ചോദിച്ചിട്ടുള്ളത്? ദെൻ വാട്ട് പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹു ഫെയിൽഡ് ഫ്രം വൈ? സ്കൂൾ വൈയിൽ എത്ര പെർസെന്റേജ് സ്റ്റുഡൻസ് ഫെയിൽ ആയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുള്ളത്. 40 സ്റ്റുഡൻസ് ആണ് ഫെയിൽ ആയിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 250 ആണ്. അപ്പൊ 40 ഡിവൈഡ് ബൈ 250 ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ 0 ക്യാൻസൽ ആയി. 25 100 ക്യാൻസൽ ചെയ്യാം. 4 ഇൻറ്റു 4 16 പെർസെന്റേജ് സ്റ്റുഡൻസ് ആണ് സ്കൂൾ വൈയില് ഫെയിൽ ആയിട്ടുള്ളത്. സ്കൂൾ വൈയിൽ ഫെയിൽ ആയിട്ടുള്ളത് 16 പെർസെന്റേജ് സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റിന്റെ ലെങ്ത് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവം സിമ്പിൾ ആണ്. ഓക്കെ, എ സർട്ടൈൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം സ്കൂൾ എക്സ് അപ്പിയർ ഇൻ ആൻ എക്സാമിനേഷൻ. അപ്പൊ 100 ആക്കി നമ്മൾ എക്സിലെ ടോട്ടൽ സ്റ്റുഡൻസ് എടുത്തു. അതിൽ 30 പെർസെന്റേജ് ഫെയിൽ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 30 ആൾക്കാർ ഫെയിൽ ആയി, ബാക്കി 70 ആൾക്കാർ പാസ്സായിട്ടുണ്ട്. പിന്നെ 150 പെർസെന്റേജ് മോർ സ്റ്റുഡൻസ്, അഥവാ സ്കൂൾ വൈയിലുള്ളത് സ്കൂൾ എക്സിനേക്കാൾ 150 പെർസെന്റേജ് സ്റ്റുഡൻസ് കൂടുതലാണ്. അഥവാ 100ഉം 150ഉം കൂടി 250 സ്റ്റുഡൻസ് ആണ് സ്കൂൾ വൈയിലുള്ളത്. ടോട്ടൽ ആയിട്ട് 80 പെർസെന്റേജ് സ്റ്റുഡൻസ് ആണ് പാസ്സായിട്ടുള്ളത്. അതായത് സ്കൂൾ എക്സിനും വൈന്നും കൂട്ടി 80 പെർസെന്റേജ് സ്റ്റുഡൻസ് ആണ് പാസ്സായിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ സ്കൂൾ എക്സിൽ 100 ആൾക്കാരും സ്കൂൾ വൈയിലും 250 ആൾക്കാരും, ടോട്ടൽ 350 ആൾക്കാരുണ്ട്. അതിന്റെ 80 പെർസെന്റേജ് അഥവാ 4/5 പാസ്സായി. അഥവാ 280 ആൾക്കാരാണ് ടോട്ടൽ ആയിട്ട് സ്കൂൾ എക്സ് എന്നും സ്കൂൾ വൈ എന്നും കൂടി പാസ്സായിട്ടുള്ളത്. അതിൽ 70 ആൾക്കാർ സ്കൂൾ എക്സിനാണ്, ബാക്കി 210 ആൾക്കാർ സ്കൂൾ വൈയിൽ നിന്നാണ്. അപ്പൊ 210 ആൾക്കാർ സ്കൂൾ വൈയിൽ നിന്ന് പാസ്സായി. അപ്പൊ ബാക്കിയുള്ളത് 40 ആൾക്കാർ സ്കൂൾ വൈയിൽ നിന്ന് ഫെയിൽ ആയി. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ദെൻ വാട്ട് പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹു ഫെയിൽഡ് സ്കൂൾ വൈ? വൈയിൽ നിന്ന് എത്ര പെർസെന്റേജ് സ്റ്റുഡൻസ് ഫെയിൽ ആയിട്ടുണ്ടെന്നാണ്. അപ്പൊ 40 ആൾക്കാരാണ് ഫെയിൽ ആയത്. എത്ര ആൾക്കാരിൽ? 250 40 ആൾക്കാർ ഫെയിൽ ആയി. അപ്പൊ 40 ഡിവൈഡ് ബൈ 250 ഇൻറ്റു 100 60 പെർസെന്റേജ് സ്റ്റുഡൻസ് സ്കൂൾ വൈയിൽ നിന്ന് ഫെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏതായാലും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ എ ടൗൺ ഈസ് 40,000. ഇഫ് ദ number of male increased by 7% and that of female increased by 5%, and then total number of male and female become 42,500. What is the difference between number of male and female in the beginning? Total number of male and female or townil 40,000 ആയിരുന്നു. നമ്പർ ഓഫ് മെയിൽ 7% കൂടി, ഫീമെയിൽ 5% കൂടി. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ 42,500 ആയി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇൻ ബിഗിനിങ്? തുടക്കത്തിലുള്ള നമ്പർ ഓഫ് മെയിൽസിന്റെയും ഫീമെയിൽസിന്റെയും ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ മെയില് എത്ര പെർസെന്റേജ് കൂടി, ഫീമെയിൽ എത്ര പെർസെന്റേജ് കൂടി എന്ന് നോക്കാം. മെയില് 7% കൂടി, ഫീമെയില് 5% കൂടി. ഓക്കെ, ഈ 7%-ന് നമ്മൾ 5% പ്ലസ് 2% എന്ന് എഴുതി. ഫീമെയിൽ 5% ആയിരുന്നു. ഓക്കെ, ഇനി കുറച്ച് സമയത്തേക്ക് ഈ 2% നമ്മൾ കൺസിഡർ ചെയ്യണില്ല. ഓക്കെ, ഈ മെയിൽ 5% കൂടി, ഫീമെയിൽ 5% കൂടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷന്റെ 5% കൂടി. ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും കൂടിയതല്ലേ? മെയിൽ 5% കൂടി, ഫീമെയിൽ 5% കൂടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷന്റെ 5% കൂടി. ഓക്കെ, അപ്പോൾ ടോട്ടൽ പോപ്പുലേഷന്റെ 5% എത്രയാണ്? 40,000ന്റെ 5% 2000 എന്ന് വരും. 2000 എന്ന് വരും. പക്ഷെ കൂടിയത് 2000 അല്ല, 2500 ആണ്. അഥവാ 40,000 ഉള്ളത് 42,500 ആയിട്ടുണ്ട്. അഥവാ 2500 കൂടിയിട്ടുണ്ട്. ഓക്കെ, മെയിലിൻ ടോട്ടൽ പോപ്പുലേഷന്റെ 5% കൂടിയെന്ന് പറഞ്ഞാൽ വെറും 2000 ആണ് കൂടിയിട്ടുള്ളത്. അപ്പൊ ഈ ബാക്കി 500 എന്നുള്ളത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ വിട്ടുപോയ മെയിലിന്റെ 2% ആണ്. ഓക്കെ, ബാക്കി 500 എന്നുള്ളത് ഈ മെയിലിന്റെ 2% ആണ്. അപ്പൊ 2% ഓഫ് മെയിൽ എന്നുള്ളത് 2% ഓഫ് മെയിൽ എന്നുള്ളതാണ് 500. 2% ഓഫ് മെയിൽ എന്നുള്ളതാണ് 500. അപ്പൊ 100% ഓഫ് മെയിൽ എന്നുള്ളത്
100% ഓഫ് മെയിൽ, 2% ഓഫ് മെയിൽ 500 ആണെങ്കിൽ 2 ഇൻറ്റു 50 ആണ് 500. പിന്നെ 2 ഇൻറ്റു 50 ആണ് 100. 500 ഇൻറ്റു 50 25,000 എന്ന് വരും. 25,000 എന്ന് വരും. അപ്പോൾ മെയിൽ ടോട്ടൽ മെയിൽസിന്റെ എണ്ണം 25,000 ആണ് അല്ലെ, 25,000. അപ്പൊ ഫീമെയിൽസോ ടോട്ടൽ 40,000 അല്ലേ, അതിൽ 25,000 മെയിൽ ആണെങ്കിൽ ഫീമെയിൽസ് 15,000 അല്ലെ, 15,000. ഓക്കെ, അപ്പൊ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, മെയിലും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് 10,000 എന്ന് വരും. ഓക്കെ, 10,000. 25,000 മൈനസ് 50,000, ഡിഫറൻസ് 10,000 എന്ന് വരും. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 10,000 എന്നുള്ളതാണ്. ഓക്കെ, മെയില് 7% കൂടി, ഫീമെയില് 5% കൂടി. അപ്പൊ ഈ 7%നെ 5% പ്ലസ് 2% എന്നാക്കി എടുത്തെഴുതി. ഫീമെയിൽ 5%. ഈ തുടക്കത്തിൽ നമ്മൾ ഈ 2% കൺസിഡർ ചെയ്യണില്ല. മെയിലിന്റെ 5%ഉം ഫീമെയിലിന്റെ 5% കൂടിയെന്ന് പറഞ്ഞാല് ടോട്ടൽ പോപ്പുലേഷന്റെ 5% കൂടി. ഇവിടെ ടോട്ടൽ പോപ്പുലേഷന്റെ 5% എന്ന് പറഞ്ഞാല് 2000 ആണ്. പക്ഷെ 2000 അല്ല കൂടിയിട്ടുള്ളത്, 2500 ആണ് കൂടിയിട്ടുള്ളത്. അപ്പൊ ഈ 500 എന്നുള്ളത് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ വിട്ടുപോയ മെയിലിന്റെ 2% ആണ്. അപ്പൊ 2% ഓഫ് മെയിൽ എന്നുള്ളത് 500 എന്ന് വരും. 100% ഓഫ് മെയില് 25,000 എന്ന് വരും. അപ്പൊ മെയിൽ 25,000, ഫീമെയിൽ 15,000. അപ്പൊ ഡിഫറൻസ് 10,000 എന്ന് വരും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ 10,000 ആണ്. ഇനി സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും പാടിയുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് അലിഗേഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. അത് അലിഗേഷൻ പെർസെൻറ്റേജിൽ മാത്രമല്ല, റേഷ്യോ, പ്രൊപ്പോർഷൻ, അഥവാ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അവറേജ്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, അങ്ങനെ പല ടോപ്പിക്കിലും ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് അലിഗേഷൻ. ഒരു ചാപ്റ്റർ എന്ന് പറയാൻ പറ്റൂല, ഒരു മെത്തേഡാണ്. പക്ഷെ അലിഗേഷൻ എന്ന പിന്നെ അലിഗേഷൻ, മിക്സർ ആൻഡ് അലിഗേഷൻ എന്നൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഡിസ്കസ് ചെയ്തതിന് ശേഷം അലിഗേഷൻ മെത്തേഡ് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ വെറുതെ ഇവിടെ അലിഗേഷൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ആ മെത്തേഡ് കുറച്ച് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ബേസിക് ലെവലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകണം. എന്നിട്ടേ ഈ ക്വസ്റ്റ്യൻ പറയാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ തീരെ അറിയാത്ത ആൾക്കാർക്ക്, അറിയുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല, അലിഗേഷൻ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്ക് പ്രശ്നമില്ല. തീരെ അറിയാത്ത ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായി വരും. അപ്പൊ അങ്ങനെ അലിഗേഷൻ വെച്ച് ഇങ്ങനെ ചെയ്യാമെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം അലിഗേഷൻ എന്ന ടോപ്പിക് എടുത്തതിന് ശേഷം ഈ ക്വസ്റ്റ്യന് വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അലിഗേഷൻ മെത്തേഡ് അറിയുന്ന ആൾക്കാർ ഈ അലിഗേഷൻ മെത്തേഡും ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ ഞാൻ സാധാരണ ഇത്തരം ക്വസ്റ്റ്യനൊക്കെ ചെയ്യൽ അലിഗേഷൻ മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ അലിഗേഷൻ മെത്തേഡ് അറിയുന്ന ആൾക്കാർ പിന്നെ മെത്തേഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഇപ്പോൾ തൽക്കാലം ഞാൻ ക്വസ്റ്റ്യൻ അലിഗേഷൻ വെച്ച് പറയുന്നില്ല. അലിഗേഷൻ എന്നുള്ള ആ ടോപ്പിക് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യന് ഒന്നും പാടി ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് അലിഗേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഈ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഈ മെത്തേഡും വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാം. വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, എന്നിട്ട് എൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ എ ടൗൺ ഈസ് 70,000. ഇഫ് ദ നമ്പർ ഓഫ് മെയിൽ ഈസ് ഇൻക്രീസ്ഡ് ബൈ 6% and that of female increased by 4%, then total number of male and female in the town would become 73,520. What is the difference between males and females in the beginning? Same type question തന്നെയാണ്. ഇവിടെ മെയില് 6% കൂടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഫീമെയില് 4%. ഈ 6% നമ്മൾ 4% പ്ലസ് 2% എന്നാക്കി എടുത്ത് എഴുതി. ഫീമെയില് 4% തന്നെ. ഓക്കെ, അപ്പൊ മെയില് 4% കൂടി, ഫീമെയിൽ 4% കൂടി എന്ന് പറഞ്ഞാല് ടോട്ടൽ പോപ്പുലേഷന്റെ 4% കൂടി. ടോട്ടൽ പോപ്പുലേഷന്റെ 4% എന്ന് പറഞ്ഞാല് 2800 എന്ന് വരും. ടോട്ടൽ പോപ്പുലേഷൻ 70,000 ആണല്ലോ, അതിന്റെ 1% എന്ന് പറഞ്ഞാൽ 700, 4% 2800 എന്ന് വരും. പക്ഷെ 2800 അല്ല കൂടിയിട്ടുള്ളത്, 70,000 എന്നുള്ളത് 73,520 ആയിട്ടുണ്ട്, അഥവാ 3,520 കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 3,520 ഈ 2800 കുറച്ചാൽ എത്ര വരും? 2800 കുറച്ചാൽ 720 എന്ന് വരും.
720 കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടൽ പോപ്പുലേഷന്റെ 4% എന്ന് പറഞ്ഞത് 2800 പക്ഷെ കൂടിയിട്ടുള്ളത് 3520 അഥവാ ഒരു 720 എക്സ്ട്രാ ഉണ്ട്. ഈ 720 പിന്നെ എക്സ്ട്രാ എന്നാൽ എന്താണ്? ഈ മെയിലിന്റെ 2% നമ്മൾ കൺസിഡർ ചെയ്യാൻ വിട്ടുപോയ മെയിലിന്റെ 2% ആണ് ആ 720. അപ്പോ 2% ഓഫ് മെയിലാണ് ആ എക്സ്ട്രാ വന്ന 720. അപ്പൊ 100% ഓഫ് മെയിൽ എന്ത് വരും? ഓക്കെ, ഇവിടെ 2 ഇൻറ്റു എന്താ, അല്ലെങ്കിൽ 2% ഓഫ് മെയിൽ 720 ആണെങ്കിൽ 1% 360 വരും. അപ്പൊ 100% 360 2 0 അഥവാ 36,000. അപ്പൊ മെയിൽസിന്റെ എണ്ണം 36,000 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഫീമെയിൽ എത്ര വരും? ടോട്ടൽ 70,000 അല്ലേ? 70,000 36,000 പോയാൽ ഫീമെയിൽ 34,000 വരും. ഓക്കെ, അപ്പോൾ മെയിലും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസ് 2000 എന്ന് വരും. മെയിലും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസ് 2000 എന്ന് വരും. നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 2000 ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 2000 ആണ്. ഓക്കെ, നമുക്ക് ഒന്നും കൂടി പറയാം. മെയിൽ 6% കൂടി, ഫീമെയിൽ 4% കൂടി. ഈ 6%-നെ 4% പ്ലസ് 2% എന്നാക്കി എടുത്തെഴുതി. ഓക്കെ, ഇവിടെ മെയിൽ 4%, ഇതിൽ 2% കുറച്ച് സമയത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. മെയിൽ 4% കൂടി, ഫീമെയിൽ 4% കൂടി എന്ന് പറഞ്ഞാല് ടോട്ടൽ പോപ്പുലേഷന്റെ 4% കൂടി. അഥവാ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും കൂടിയിട്ടാണല്ലോ. മെയിൽ 4% കൂടി, ഫീമെയിൽ 4% കൂടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷന്റെ 4% കൂടി. ഓക്കെ, അപ്പൊ ടോട്ടൽ പോപ്പുലേഷന്റെ 4% കണ്ടു 2800 ആണ് നമുക്ക് കിട്ടിയത്. പക്ഷെ 2800 അല്ല കൂടിയിട്ടുള്ളത്, 3520 ആണ് കൂടിയിട്ടുള്ളത്. 3520 ആ 2800 കുറച്ചു, ബാക്കി 720. ഈ 720 എന്ന് പറഞ്ഞത് നമ്മൾ കൺസിഡർ ചെയ്യാൻ വിട്ടുപോയ മെയിലിന്റെ 2% ആണ്. അപ്പൊ 2% ഓഫ് മെയിൽ എന്നുള്ളത് 720 എന്ന് കിട്ടി. അപ്പോൾ 2% 720 ആണെങ്കിൽ 100% 36,000 എന്ന് കിട്ടും. അഥവാ മെയിൽസിന്റെ എണ്ണം 36,000, ബാക്കിയുള്ള 34,000 ഫീമെയിൽസ് ആണ്. അപ്പൊ ഡിഫറൻസ് 36,000 മൈനസ് 34,000 2000 ആണ് മെയിൽസിന്റെയും ഫീമെയിൽസിന്റെയും തുടക്കത്തിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ എ ക്ലാസ് 57 1/7% of number of students are girls and the rest are boys. If 90% of number of boys and 70% of number of girls are present, then what percentage of total number of students in the class is absent? Okay, ഇവിടെ ഈ 57 1/7 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 14 2/7 എന്നുള്ളത് 1/7 ആണ്. അതിന് 4 കൊണ്ട് ഗുണിച്ചാലാണ് 57 1/7 എന്ന് വരിക. അത് 4 കൊണ്ട്, അപ്പോൾ ഇവിടെ 4/7 ആണെന്നുള്ളതും ആദ്യ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ 57 1/7 എന്നുള്ളത് 4/7 ആണ്. ഇത് അറിയാത്ത ഒരാൾക്ക് ഇത് ബുദ്ധിമുട്ടായി തോന്നും. അതാണ് ഫസ്റ്റ് ക്ലാസ്സിൽ ആ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ ബോയ്സ് ഗേൾസ് 57 1/7% ഓഫ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ഗേൾസ്. അഥവാ 7 യൂണിറ്റിൽ 4 യൂണിറ്റും ഗേൾസ് ആണ്, ബാക്കി 3 യൂണിറ്റ് ആണ് ബോയ്സ് ഉള്ളത്, അല്ലെ? If 90% of number of boys and 70% of number of girls are present, then what percentage of total number of students in the class is absent? എത്ര പെർസെന്റേജ് സ്റ്റുഡൻസ് ആണ് ആബ്സെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ നമ്പർ നമ്മൾ n ആക്കി എടുത്തു. എന്നിൽ ഗേൾസ് എന്ന് പറയുന്നത് 4/7 ആണ്, അല്ലെ? 4 യൂണിറ്റ് ആണ് ടോട്ടൽ, 7 യൂണിറ്റ് ഉണ്ട്, അതിൽ 4/7 ആണ് ഗേൾസ്. ഓക്കെ, അതില് ഗേൾസ് എത്ര പെർസെന്റേജ് ആണ് ആബ്സെന്റ്? 70% നമ്പർ ഓഫ് ഗേൾസ് പ്രസന്റ് ആണ്, ബാക്കി 30% ആബ്സെന്റ് ആണ്. 30% എന്ന് പറഞ്ഞാൽ 3/10 എന്ന് വരും. ഓക്കെ, ഇനി ബോയ്സ് നോക്കണം. ബോയ്സ് ടോട്ടൽ നമ്പറിന്റെ 3/7, 4/7 ഗേൾസ് ആയിരുന്നു, ബാക്കി 3/7 ബോയ്സ് ആണ്. 3/7 എത്ര പേരാണ് ആബ്സെന്റ്? 90% പ്രസന്റ് ആണ്, അപ്പൊ 10% ആബ്സെന്റ് ആണ്, അഥവാ 1/10 ആണ് ആബ്സെന്റ്. 1/10 ആണ് ആബ്സെന്റ്. ഓക്കെ,
ഇവിടെ ചെയ്താൽ 12n ഡിവൈഡഡ് ബൈ 70 പ്ലസ് 3n ഡിവൈഡഡ് ബൈ 70 എന്ന് വരും. ഓക്കെ, 12 പ്ലസ് 3 15, 15n ഡിവൈഡഡ് ബൈ 70 എന്ന് വരും. ഓക്കെ, ഇത് ക്യാൻസൽ 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ 3 5 15, 14 5 70 അല്ലേ. അപ്പോൾ 3/14n എന്ന് വരും. 3/14n അഥവാ ടോട്ടൽ ആബ്സെന്റ് ആയതുള്ളത് 3/14 ഭാഗമാണ്. അപ്പൊ ഈ 3/14 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ്? ഓക്കെ, അത് നമുക്കറിയാം. 14 2/7% എന്നുള്ളത് 1/7 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോ നമ്മൾ ഫസ്റ്റ് ക്ലാസ് തന്നെ പറഞ്ഞിരുന്നു 1/7% എന്നുള്ളത് അതിന്റെ പകുതിയാണ്. അപ്പോൾ അത് 1/14 ആണെന്ന് അറിയാം. ഈ 1/7%നെ 3 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും? 21 3/7% എന്ന് വരും. 21 3/7%. അത് എത്ര വരും? ഇവിടെ 1/14 ഉണ്ടോ? 21 3/7% എന്ന് വരും. എന്ത് വരും? 3/14 എന്ന് വരും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 14 2/7% എന്ന് പറഞ്ഞാൽ 1/7 ആണ്. അപ്പോൾ 7 1/7% അതിന്റെ പകുതി 1/14 ആണ്. ഈ 7 1/7%നെ 3 കൊണ്ട് ഗുണിച്ചാൽ 21 3/7%. അത് 3/14 ആണ്. നമ്മളോട് 3/14 യൂണിറ്റ് ആണ് ആബ്സെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അഥവാ 21 3/7% ആണ് ആബ്സെന്റ്. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 21 3/7% ആണ്. ഓക്കെ, ഇതാണ് ആൻസർ. ഓക്കെ, നമുക്ക് ഒരിക്കൽ കൂടി പറയാം. In a class, 57 1/7 number of students are girls. 57 1/7 എന്ന് പറഞ്ഞാൽ 4/7 ആണ്. 4 യൂണിറ്റ് ഗേൾസ് ആണ്, ബാക്കി 3 യൂണിറ്റ് ബോയ്സ് ആണ്. അതിൽ ഗേൾസിൽ എന്താ 30% ആബ്സെന്റ് ആണ്, അഥവാ 70% പ്രസന്റ് ആണ്, ബാക്കി 30% ആബ്സെന്റ് ആണ്. അപ്പൊ n × 4/7 × 3/10 ആണ് ആബ്സെന്റ്. ബോയ്സിൽ n × 3/7 × 10 90% പ്രസന്റ് ആണ്, ബാക്കി 10% ആബ്സെന്റ് ആണ്. 1/10 ആണ് ആബ്സെന്റ്. അപ്പൊ 12n/70 പ്ലസ് 3n/70 കിട്ടും. 50n/70 കിട്ടും. ക്യാൻസൽ ചെയ്താൽ 3/14n കിട്ടും. അഥവാ 3/14 ആണ് ആബ്സെന്റ് ഉള്ളത്. അപ്പോ ഇവിടെ 14 2/7% 1/7 ആണ്. 7 1/7% 1/14 ആണ്. അപ്പോ അതിനെ 3 കൊണ്ട് ഗുണിച്ച് 21 3/7% ആണ് 3/14. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ 3/14 അല്ലെങ്കിൽ 21 3/7% ആണ്. അപ്പൊ പെർസെന്റേജിലാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അഥവാ 21 3/7% സ്റ്റുഡൻസ് ആണ് ക്ലാസ്സിൽ ആബ്സെന്റ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സം ഓഫ് 1,50,000 is distributed among 3 persons A, B, C so that they receive 20%, 30%, 50% respectively. A receive same amount of money from another sum of money which distributed among them so that they receive 50%, 30% and 20% respectively. Find total received from both the sum of money by B. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1,50,000 എന്നത് 3 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അത് 20%, 30%, 50% എന്ന രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. വേറൊരു മണി പിന്നെ 50%, 30%, 20% എന്ന രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ എക്ക് കിട്ടിയത്, എക്ക് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷനിലും സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷനിലും എക്ക് കിട്ടിയത് സെയിം എമൗണ്ട് ഓഫ് മണിയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ബിക്ക് എത്രയാണ് കിട്ടിയിട്ടുണ്ടാവുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫസ്റ്റ് ഈ 1,50,000 എ ബി സിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എ ബി സി. അത് എക്ക് കിട്ടിയത് 20% ആയിരുന്നു, ബിക്ക് കിട്ടിയത് 30% ആയിരുന്നു, സിക്ക് കിട്ടിയത് 50% ആയിരുന്നു അല്ലെ. ഈ 1,50,000 20% എന്ന് പറഞ്ഞാൽ എക്ക് വരിക 10% 15,000, 20% 30,000. ബിക്ക് എത്ര വരും? 30%, 10% 10,000. അപ്പൊ 30% 3 കൊണ്ട് ഗുണിക്കുക 45,000 എന്ന് വരും. സിക്ക് 1,50,000 50% എന്ന് പറഞ്ഞാൽ
75,000 എന്ന് വരും. ഓക്കെ, ഇനി അനദർ സം ഓഫ് മണി എയും ബിയും സിയും തമ്മിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എ ബി സി, അത് 50%, 30%, 20%. ഇതില് പിന്നെ എക്ക് കിട്ടുന്നത് സെയിം എമൗണ്ട് ഓഫ് മണിയാണ്, അഥവാ എക്ക് കിട്ടുന്നത് 30,000 തന്നെയാണ്. അഥവാ ഈ 50%ന്റെ വാല്യൂ എന്നുള്ളത് 30,000 ആണ്. മനസ്സിലായല്ലോ? എക്ക് സെയിം എമൗണ്ട് ഓഫ് മണിയാണ് രണ്ടാമതും കിട്ടുന്നത്, അഥവാ 30,000 തന്നെയാണ്. അപ്പൊ ഈ 50%ന്റെ വാല്യൂ എന്ന് പറയുന്നത് 30,000 എന്ന് വരും. ഓക്കെ, 50 ഇൻറ്റു 600 ആണ് 30,000 വരിക. ബിക്ക് കിട്ടുന്നത് 30 ഇൻറ്റു 600 ചെയ്താൽ മതി. എത്ര വരും? 18,000 വരും. ഓക്കെ, അപ്പൊ എക്ക് ഫസ്റ്റ് 45,000 കിട്ടുന്നുണ്ട്, അല്ല ബിക്ക് ഫസ്റ്റ് 45,000 കിട്ടുന്നുണ്ട്, ഇപ്പോ 18,000 കിട്ടുന്നുണ്ട്. അപ്പൊ ടോട്ടല് ഈ 45,000 18,000 കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 63,000 എന്ന ആൻസർ കിട്ടും. 63,000. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ 63,000 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ബി സി 20%, 30%, 50% എന്ന രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു 1,50,000. അപ്പൊ എക്ക് 30,000, ബിക്ക് 45,000, സിക്ക് 75,000 എന്ന് കിട്ടി. ഇനി അനദർ സം ഓഫ് മണി, വേറൊരു മണി എയും ബിയും സിയും തമ്മിലും 50%, 30%, 20% എന്ന രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എക്ക് കിട്ടിയത് ആദ്യവും ഫസ്റ്റിലും രണ്ടാമത്തെ മണി രണ്ടിലും എക്ക് കിട്ടിയത് സെയിം എമൗണ്ട് ഓഫ് മണി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടിലും എക്ക് കിട്ടിയത് സെയിം എമൗണ്ട് ഓഫ് മണി ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ എക്ക് 30,000 കിട്ടി. അപ്പൊ ഇവിടെ 50% ആണ് എക്ക് കിട്ടുന്നത്. ആ 50%ന്റെ വാല്യൂ എന്നുള്ളത് 30,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 50 ഇൻറ്റു 600 ആണ് 30,000. അപ്പൊ ബിക്ക് കിട്ടുന്നത് 30 ഇൻറ്റു 600 18,000. ബിക്ക് ടോട്ടൽ ഈ 45,000 18,000 കൂട്ടിയിട്ട് 63,000 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ 63,000 എന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മന്ത്ലി സാലറീസ് ഓഫ് എ ആൻഡ് ബി ആർ സെയിം. എ, ബി ആൻഡ് സി ഡൊണേറ്റ് 10%, 8%, 9% respectively of their monthly salary to a charitable trust. The difference between donation of A and B is Rs 400. The total donation by A and B is Rs 900, more than that of C. What is the monthly salary of C? ഓക്കെ, ഇത് കുറെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മന്ത്ലി സാലറി ഓഫ് എ ആൻഡ് ബി സെയിം. അപ്പോൾ എയും ബിയും വെച്ച് തുടങ്ങാം. എ ബി മന്ത്ലി സാലറി സെയിം ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇവിടെ മന്ത്ലി സാലറി 100 ആക്കി എടുക്കാം. എയുടെ മന്ത്ലി സാലറി 100 ആണ്, ബിയുടെ മന്ത്ലി സാലറി 100 ആണ്. എ ബി സി ഡൊണേറ്റ് 10%, 8% ആൻഡ് 9% റെസ്പെക്റ്റീവ്ലി. അപ്പൊ എ ഡൊണേറ്റ് ചെയ്യുന്നത് 10% ആണ്. അപ്പൊ 100ന്റെ 10% എന്ന് പറഞ്ഞാൽ 10 ആണ് എ ഡൊണേറ്റ് ചെയ്യുന്നത്. ബി ഡൊണേറ്റ് ചെയ്യുന്നത് 8% ആണ്. അപ്പൊ 100ന്റെ 8% എന്ന് പറഞ്ഞാൽ 8 ആണ് ബി ഡൊണേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡൊണേഷൻ ഓഫ് എ ആൻഡ് ബി ഈസ് 400. അപ്പോ ഡിഫറൻസ് എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ്, ഡൊണേഷൻ ഡിഫറൻസ് അല്ല ഈ 10ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ്, അഥവാ 2 യൂണിറ്റ്. ഈ 2 യൂണിറ്റിന്റെ വാല്യൂ 400 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 400 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എയും ബിയും ടോട്ടൽ എത്ര ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്? 10ഉം 8ഉം 18. ഈ 18 യൂണിറ്റിന്റെ വാല്യൂ എത്ര വരും? 2 ഇൻറ്റു 200 അല്ലെ 400. 2 ഇൻറ്റു 200 ആണ് 400. അപ്പൊ 18 യൂണിറ്റിന്റെ വാല്യൂ 18 ഇൻറ്റു 200 എത്ര വരും? 3600 എന്ന് വരും അല്ലെ. 3600 എന്ന് വരും. ഇനി എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൊണേഷൻ ഓഫ് എ ആൻഡ് ബി ഈസ് 400 പറഞ്ഞു. ടോട്ടൽ ഡൊണേഷൻ ബൈ എ ആൻഡ് ബി ഈസ് 900 മോർ ദാൻ ദാറ്റ് ഓഫ് സി. ടോട്ടൽ എയും ബിയും തമ്മിലുള്ള ടോട്ടൽ ഡൊണേഷന് 900 കൂടുതലാണ് സിയേക്കാൾ അല്ലെ. എയും ബിയും തമ്മിലുള്ള ടോട്ടൽ ഡൊണേഷന് 3600 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 3600 ആ 900 ഗുണിച്ചാല് സിയുടെ ഡൊണേഷൻ കിട്ടൂലോ. 3600 900 കുറച്ചു. അപ്പോ സിയുടെ ഡൊണേഷൻ എത്ര വരുന്നു?
2700 വന്നു. 2700 വന്നു. ഓക്കെ. സിയുടെ ഡൊണേഷൻ എന്ന് പറയുന്നത് 9% ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 9%ന്റെ വാല്യൂ ആണ് 2700. 9%ന്റെ വാല്യൂ ആണ് 2700. ഓക്കെ. 9 ഇൻറ്റു 300 ആണ് 2700. അപ്പൊ 100%ന്റെ വാല്യൂ 100%ന്റെ വാല്യൂ 100 ഇൻറ്റു 300 എത്ര വരും? 30,000 വരും. ഓക്കെ. അപ്പോ നമ്മുടെ മന്ത്ലി സാലറി ഓഫ് സി, അപ്പൊ സിയുടെ മന്ത്ലി സാലറി 30,000 ആണ്. ഓക്കെ. ഒരു പ്രാവശ്യം കൂടി പറയാം. എയുടെയും ബിയുടെയും മന്ത്ലി സാലറി സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എയുടെയും ബിയുടെയും മന്ത്ലി സാലറി നമ്മൾ 100 ആക്കി എടുത്തു. ഓക്കെ. എയും ബിയും ഡൊണേറ്റ് ചെയ്യുന്നത് 10%, 8%. അപ്പോ ഡൊണേഷന് 100ന്റെ 10% 10, ബിയുടെ ഡൊണേഷന് 100ന്റെ 8% 8 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൊണേഷൻ ഓഫ് എ ആൻഡ് ബി ഈസ് 400 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഡിഫറൻസ് 10ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 യൂണിറ്റ് ആണ്. ആ 2 യൂണിറ്റിന്റെ വാല്യൂ 400 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 2 യൂണിറ്റ് ഇൻറ്റു 200 ആണ് 400 എന്ന് വരിക. അപ്പൊ ടോട്ടൽ ഡൊണേഷൻ ഓഫ് എ ആൻഡ് ബി എന്താണ്? 18 ആണ്. 18 യൂണിറ്റ്. അപ്പൊ ടോട്ടൽ ഡൊണേഷൻ ഓഫ് എ ആൻഡ് ബി എത്ര വരും? 3600 വരും. ഓക്കെ. ഇനി അടുത്ത സെന്റൻസ്, ദ ടോട്ടൽ ഡൊണേഷൻ ബൈ എ ആൻഡ് ബി ഈസ് 900 മോർ ദാൻ ദാറ്റ് ഓഫ് സി. എയും ബിയും തമ്മിലുള്ള ടോട്ടൽ ഡൊണേഷന് സിയേക്കാൾ 900 കൂടുതലാണ്. ഇവിടെ ഈ 0 ഇല്ല കേട്ടോ, സോറി, ഇവിടെ 0 ഇല്ല. 3600 മൈനസ് 900 ആണ്. അപ്പൊ 900 കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. 3600 900 കുറച്ചാൽ 2700 എന്ന് വരും. ഓക്കെ. അപ്പൊ സിയുടെ ഡൊണേഷൻ 2700 ആണെന്ന് കിട്ടി. ആ 2700 എന്നുള്ളത് 9% ആണ്. അഥവാ സിയുടെ ഡൊണേഷൻ 9% ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ 9%ന്റെ വാല്യൂ ആണ് 2700 എന്നുള്ളത്. അപ്പൊ 9% ഇൻറ്റു 300 2700. അപ്പൊ 100% ഇൻറ്റു 300 30,000 എന്ന ആൻസർ കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിലെ ആൻസർ എന്താണ്? 30,000. മന്ത്ലി സാലറി ഓഫ് സി എന്നുള്ളത് 30,000 എന്ന് ആൻസർ കിട്ടും. ഓക്കെ. അപ്പോ ഈ ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ. അപ്പോ ഇത്രയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത് പെർസെന്റേജിന്റെ അവസാനത്തെ ക്ലാസ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ പെർസെന്റേജിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി. എന്താണ് പെർസെന്റേജ്, പെർസെന്റേജ് ടു റേഷ്യോ കൺവേർഷൻ, റേഷ്യോ ടു പെർസെന്റേജ് കൺവേർഷൻ, മിക്സ്ഡ് ഫ്രാക്ഷൻസിന്റെ കൺസെപ്റ്റ്, അതുപോലെ തന്നെ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ തുടങ്ങി ഓരോരോ ഡിഫറെന്റ് ടൈപ്പ്, വളരെ പ്രധാനപ്പെട്ട ഓരോരോ ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ 8 ക്ലാസ്സുകൾ ടോട്ടലായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മൾ പെർസെന്റേജ് ഇവിടെ നിർത്തുന്നില്ല. ഇനി നമുക്ക് ഈ അവസാനം ചോദിച്ച ഈ ലാസ്റ്റ് നടന്ന CGL, CHSL, MTSന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യണം. അതിന്റെ ക്ലാസ്സുകളും ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അതുപാടെ കഴിയേണ്ട നമ്മുടെ ക്ലാസ്സുകൾ പെർസെന്റേജ് കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷെ ഈ പെർസെന്റേജ് എന്ന സീരീസിലെ അവസാനത്തെ ക്ലാസ് ആണിത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കൂടി ബാക്കിയുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം കണ്ടുതരുന്നതിന് ഒരുപാട് നന്ദി. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.